പയ്യന്നൂർ കേന്ദ്രീകരിച്ച് വടക്കൻ കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ വർഗീയ ശക്തികൾ നടത്തിയ ആസൂത്രിത നീക്കങ്ങളുടെ തുടർച്ചയായിരുന്നു സഖാവ് CV ധനരാജിന്റെ രക്തസാക്ഷിത്വം. CPIM ഏഴിമല ബ്രാഞ്ച് സെക്രട്ടറിയും DYFI കുന്നര് വില്ലേജ് കമ്മിറ്റി അംഗവുമായിരുന്ന ധനരാജ് നാട്ടുകാർക്കാകെ പ്രിയങ്കരനായ ഒരു മികച്ച സംഘാടകനായിരുന്നു. ഒരു വെല്ലുവിളിക്ക് മുന്നിലും പതറാതെ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വർഗീയ ശക്തികൾക്കെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും മുൻനിരയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വർഗീയ കോമരങ്ങളുടെ കണ്ണിലെ കരടായി സഖാവ് മാറിയത്. 2016 ജൂലൈ 11 രാത്രി ബൈക്കിൽ പിന്തുടർന്നെത്തിയ RSS ക്രിമിനലുകൾ സ്വന്തം വീട്ടുമുറ്റത്ത് ഭാര്യയുടെയും മക്കളുടെയും കൺമുന്നിലിട്ടാണ് ധനരാജിനെ ക്രൂരമായി വെട്ടിവീഴ്ത്തിയത്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന RSS തന്ത്രം പക്ഷേ പയ്യന്നൂരിൽ ഉയർന്നു വന്ന ശക്തമായ ജനകീയ പ്രതിരോധത്തിന് മുന്നിൽ നിഷ്പ്രഭമാവുകയാണ് ചെയ്തത്. KK രാഗേഷ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ധനരാജ് രക്തസാക്ഷിത്വത്തിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഇനി ഇതിൽ അടുത്തത് വായിക്കാൻ പോകുന്നതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സഖാവ് ധനരാജ് ജീവൻ നൽകി സംരക്ഷിച്ച പയ്യന്നൂരിലേക്ക് കടന്നു കയറാൻ തക്കം പാർത്ത് നിൽക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിനൊപ്പം ചേർന്ന് ധനരാജിന്റെ പ്രസ്ഥാനത്തെ തകർക്കാൻ കള്ളപ്രചരണങ്ങളുമായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അവകാശപ്പെടുന്നവർ കൂട്ടം ചേരുന്നതും നാം കണ്ടതാണ്. വർഗരാഷ്ട്രത്തിന്റെ നേർപക്ഷത്ത് അടിയുറച്ചു നിന്നാണ് നാം അതിന് മറുപടി പറയേണ്ടത്. പയ്യന്നൂരിലെ ആളുകൾ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. മിസ്റ്റർ KK രാഗേഷ്, ധനരാജിന്റെ പേരിൽ പിരിച്ച കോടികള്, ധനരാജിന്റെ ഭാര്യയുടെ മക്കളുടെ കണ്ണീരിന് പയ്യന്നൂരുകാര് സഖാക്കള് നൽകിയ കോടികള് നക്കിയപ്പോ ഈ തിരിച്ചറിവ് ഉണ്ടായില്ലേ മിസ്റ്റർ രാഗേഷ്? എന്നിട്ട് അതിനെ ചോദ്യം ചെയ്തവരെ വർഗവഞ്ചകരാക്കുന്ന നിങ്ങളുടെ ഈ നിലപാടിന് ഈ തെരഞ്ഞെടുപ്പിൽ ജനം മറുപടി നൽകിയില്ലേ? പയ്യന്നൂർ പോലെയുള്ള നിങ്ങളുടെ കോട്ടയെന്ന് സഖാക്കൾ അവകാശപ്പെടുന്ന പയ്യന്നൂരിലാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് വിജയിച്ച് കയറിയതെന്ന് KK രാഗേഷ് മറക്കരുത്. മനസ്സിലായില്ലേ? അപ്പോ രാഗേഷ് മറുപടി പറയേണ്ടത് എന്നാ പറയുന്നത്. ജനം മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതുപോലും തിരിച്ചറിയാൻ ഈ കൃമികീടങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വർഗീയ രാഷ്ട്രീയ വെല്ലുവിളികൾ വീണ്ടും ഉയരുന്ന ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ ജനകീയ പ്രതിരോധത്തിന്റെ സമരമുഖങ്ങളിൽ സഖാവ് ധനരാജിന്റെ ഉജ്ജ്വലമായ സ്മരണകൾ നമുക്ക് എന്നും കരുത്തു പകരും. കറക്റ്റാണ്. കാരണം ഇത്തരത്തിൽ രക്തസാക്ഷികൾ ഉണ്ടാവണം എന്നുള്ളത് പാർട്ടിയുടെ വലിയ അൾട്ടിമേറ്റ് എയിമാണ്, വലിയ ലക്ഷ്യമാണ്. കാരണം എന്താ, അത്തരം രക്തസാക്ഷികൾ ഉണ്ടായാൽ മാത്രമേ പാർട്ടിക്ക് ഫണ്ട് പിരിച്ച് മുക്കി നക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന KK രാഗേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വരുന്ന കമന്റുകൾ, ആ കമന്റുകളാണ് ഏറ്റവും പ്രധാനം. അതിൽ ഒരു കമന്റ്, ബട്ട് കാഷ്, പൈസ, ഈ രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് മുക്കിയതിന്റെ പേരിലല്ലേ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടതും ഇപ്പോൾ തളിപ്പറമ്പ് MLA ആയതും? ആ രക്തസാക്ഷിയുടെ ഫണ്ട് വരെ മുക്കി നക്കിയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പയ്യന്നൂർ വർഗീയ കക്ഷികൾക്ക് മുന്നിൽ അടിയറവ് വെച്ച് KK രാഗേഷ് സവർക്കർക്കും മാതൃകയായ KK കിഴങ്ങേശായി മാറി. അങ്ങനെ ഒരുപാട് കമന്റുകളാ. ഇപ്പോ ഇത് മാത്രം പറയുമ്പോ നിങ്ങൾ ചോദിക്കും, TI മധുസൂദനൻ പയ്യന്നൂരിലെ MLA ആയിരുന്ന ധനരാജിന്റെ രക്തസാക്ഷിത്വ ഫണ്ട് കട്ടുമുക്കി നക്കാൻ മുന്നിൽ നിന്ന് പട നയിച്ച TI മധുസൂദനൻ ഈ തിരഞ്ഞെടുപ്പില് സഖാവ് കുഞ്ഞികൃഷ്ണനോട് 8 നിലയിൽ പൊട്ടിയ TI മധുസൂദനും ഇന്ന് ഇതിന് സമാനമായ ഒരു കുറിപ്പ്, ധനരാജിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് പങ്കുവെച്ചതേ TI മധുസൂദന് ഓർമ്മയുള്ളൂ. വിത്തിൻ സെക്കൻഡ് ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് മധുസൂദനൻ പൂട്ടി എന്നുള്ളതാണ്. മധുസൂദനൻ പൂട്ടി എന്ന് മാത്രമല്ല, അത് ഫ്രണ്ട്സിന് മാത്രം കമന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റി. ഓൺലി പീപ്പിൾ ഹു ഫോളോ ദിസ് പേജ് ഫോർ മോർ ദാൻ 24 hours ക്യാൻ കമന്റ്. 24 മണിക്കൂറിനകം അല്ലെങ്കിൽ മുകളിൽ ഈ പേജ് ഫോളോ ചെയ്തവർക്ക് മാത്രമേ ഇതിൽ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി. അത് മാറ്റാൻ എന്താ കാരണം? സഖാവ് ഇത് പറഞ്ഞപ്പോ ഈ ഫണ്ടിനെ കുറിച്ച്, രക്തസാക്ഷിത്വ ഫണ്ടിനെ കുറിച്ച്, ധനരാജിന്റെ ഫണ്ടിനെ കുറിച്ച് ആളുകള് കമന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ അതെന്താക്കി, കമന്റ് ബോക്സ് പൂട്ടി എന്ന് മാത്രമല്ല
ആ കമന്റ് ബോക്സിൽ ധനരാജിന് അനുകൂലമായി ടി.എ. മധുസൂദന് എതിരായി വന്ന പല കമന്റുകളും മുക്കി. മനസ്സിലായില്ലേ? പല കമന്റുകളും ടി.എ. മധുസൂദനൻ മുക്കി. അപ്പോ വളരെ കൃത്യമായിട്ട് രക്തസാക്ഷികളെ ഉണ്ടാക്കുക, എന്നിട്ട് കക്കുക, മുക്കുക, നക്കുക. അല്ലെ? ധനരാജിനെ കൊന്നത് RSS തന്നെ. RSS ധനരാജിനെ കൊന്നു. സഖാക്കള് ധനരാജിന്റെ പേരിൽ ഫണ്ട് പിരിച്ച് മുക്കി, നക്കി, തൂറി. അല്ലെ? ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. RSSകാരൻ കൊന്നു, വെട്ടി വീഴ്ത്തിയത് RSSകാരൻ. പൈസ പിരിച്ചതും മുക്കിയതും നക്കിയതും തിന്നതും തൂറിയതും സഖാക്കളാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇത് ജനങ്ങൾക്ക് ബോധ്യമായ കാര്യമാണ്. എത്രയൊക്കെ ന്യായീകരണങ്ങൾ ഇറക്കാൻ ശ്രമിച്ചാലും, ആരെയൊക്കെ വർഗവഞ്ചകരാക്കാൻ ശ്രമിച്ചാലും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞികൃഷ്ണൻ സഖാവ് പയ്യന്നൂരിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് തനിക്ക് ആവശ്യമില്ല, താൻ വിജയിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള പ്രചരണമായിരുന്നു. അദ്ദേഹം വലിയ കൺവെൻഷനുകളോ വലിയ റോഡ് ഷോകളോ അല്ലെങ്കിൽ വീട് കയറിയുള്ള വലിയ പ്രചരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആ മനുഷ്യൻ ഒറ്റക്ക് കൈയും കെട്ടി പുറകിൽ കെട്ടി ഇങ്ങനെ മുണ്ടും മടക്കി കൊടുത്തി നടന്ന് തനിക്ക് പറ്റാവുന്നിടത്തൊക്കെ പോയി. പലയിടത്തും പോയില്ല. വലിയ ബഹളങ്ങൾ ഉണ്ടായിരുന്നില്ല, ആരവങ്ങൾ ഉണ്ടായിരുന്നില്ല, DJ പാർട്ടികളോ DJ ഷോകളോ ലൈറ്റിങ്ങുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ആ മനുഷ്യൻ അവിടെയും ഇവിടെയൊക്കെ 1-2 പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു. ആ പോസ്റ്ററുകളും ആ ചുമരെഴുത്തുകളും അടക്കം CPMന്റെ ക്രിമിനൽ സംഘം തല്ലിത്തകർത്തു, നശിപ്പിച്ചു. എന്നിട്ടും പയ്യന്നൂരിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അത് പയ്യന്നൂരിലെ ജനങ്ങളുടെ പൊതുബോധവും രാഷ്ട്രീയ ബോധവും കൂടിയാണ് എന്നുള്ളത് പാർട്ടി സെക്രട്ടറി രാകേഷിനെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നത് നല്ലതാ. അല്ലേ? പയ്യന്നൂരില് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതല PK ശ്രീമതി എന്ന് പറയുന്ന ഇവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനായിരുന്നു. PK ശ്രീമതി പെറ്റി കടക്കുകയായിരുന്നു പയ്യന്നൂരില് ടി.ഐ. മധുസൂദനനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും പാർട്ടി ഗ്രാമമായ പയ്യന്നൂരിൽ നിന്ന് കുഞ്ഞികൃഷ്ണൻ സഖാവ് വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണത്? പയ്യന്നൂരിലെ ജനങ്ങളുടെ ബോധ്യം. ധനരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ട് പാർട്ടി മുക്കി എന്നുള്ള ജനങ്ങളുടെ ബോധ്യമാണ്. ആ ബോധ്യത്തെ മറികടക്കാൻ ഇവരുടെ പ്രചരണങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാ. അപ്പോ ഈ വോട്ട് ചെയ്ത ആളുകളെയൊക്കെ തെറി വിളിക്കുക, തോറ്റു കഴിയുമ്പോൾ അവരെയൊക്കെ വർഗീയവാദിയാക്കുക. എന്നാൽ ഈ ചെറ്റകൾ, ഈ സഖാക്കൾ, ഈ ക്രിമിനൽ തെമ്മാടികൾ ചെയ്യുന്നത് എന്താണ്? രക്തസാക്ഷിയെ ഉണ്ടാക്കിയിട്ട് അതൊരു സോഴ്സ് ഓഫ് ഫിനാൻസ് ഫണ്ടാക്കി മാറ്റുകയാണ്. അല്ലെ? ഏത് രീതിയിൽ? സംഘ് പരിവാർ ശ്രീരാമനെ സോഴ്സ് ഓഫ് ഫണ്ടാക്കി മാറ്റിയതുപോലെ ഇവിടെ ധനരാജിന്റെ രക്തസാക്ഷിത്വവും തങ്ങൾക്ക് വേണ്ടുവോളം നക്കാനുള്ള ഒരു വഴിയാക്കി മാറ്റുകയായിരുന്നു. അല്ലെ? പിരിച്ച ഫണ്ട് അത്രയും മുക്കി. ധനരാജിന്റെ കുടുംബത്തിന് കൊടുത്തത് തുച്ഛമായ ഒരു ഈ ഫണ്ടിന്റെ ഒരു ഭാഗം. ബാക്കിയുള്ളത് ടി.ഐ. മധുസൂദനന്റെയും KK രാകേഷ് അടങ്ങുന്ന ക്രിമിനൽ സഖാക്കളുടെ അണ്ണാക്കിലേക്ക് തള്ളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ? മനസ്സിലായില്ലേ? അപ്പോ ആ സഖാക്കള് ഇന്ന് ധനരാജിനെ സ്മരിച്ചുകൊണ്ട്, രജാന്റെ രക്തസാക്ഷിത്വ ദിനം സ്മരിച്ചുകൊണ്ട് വന്നപ്പോ ജനങ്ങൾ ഒന്നടങ്കം ചോദിച്ചു, ഈ പറയുന്ന പ്രതിഷേധം ഉയർത്തി എന്നുള്ളതാണ്. ടി.ഐ. മധുസൂദനന് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കമന്റ് ബോക്സ് പൂട്ടേണ്ടി വന്നു, ലോക്ക് ചെയ്യേണ്ടി വന്നു, റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ഒരു ഗതികേടിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടു ചെന്നെത്തിച്ചവര് സംഘ് പരിവാറിന്റെ അതേ ലൈനാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സംഘ് പരിവാർ പറയുന്നത് എന്താ? രാജ്യത്ത് സംഘ് പരിവാറുകാർ മാത്രമാണ് രാജ്യസ്നേഹികളും ദേശസ്നേഹികളും, അല്ലാത്തവരൊക്കെ രാജ്യദ്രോഹികളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് കക്കുന്നവൻ, കൊള്ളയടിക്കുന്നവൻ, ശബരിമലയിൽ കൊള്ളയടിക്കുന്നവൻ, ഇവരൊക്കെയാണ് യഥാർത്ഥ സഖാക്കൾ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തിയ ധനരാജ് എന്ന് പറയുന്ന ഇവരുടെ സഖാവിനെ RSSകാര് വെട്ടി വീഴ്ത്തിയപ്പോ ആ സഖാവിന്റെ പേരിൽ പിരിച്ച ഫണ്ട് പോലും നക്കണമെങ്കിൽ
ഉളുപ്പ് ഇച്ചിരി ഒന്നും പോരല്ലോ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അത് നക്കിയിട്ട് രക്തസാക്ഷിത്വ ദിനത്തില് കുറിപ്പുമായിട്ട് വരികയാണ്. അപ്പൊ അവിടെയും പ്രതിഷേധങ്ങൾ കാണുമ്പോ കമന്റ് ബോക്സ് പൂട്ടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ പാർട്ടിയുടെ ഗതികേട് എങ്ങോട്ടാണ് എത്തിയിരിക്കുന്നത് എന്ന്.